ഇന്ന് നമ്മൾ കരിമങ്ങല്യം ഒരുപാട് വർഷമായിട്ടൊക്കെ വന്നിട്ടുള്ള കരിമങ്ങല്യം, അതുപോലെ മുഖത്തുള്ള കറുത്ത പാടൊക്കെ മാറ്റാൻ പറ്റിയൊരു നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് പൊടിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും കാണുന്ന പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം നമുക്കൊരു 2 സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇതൊരു കടായിലേക്ക് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പെരുംജീരകം എന്ന് പറഞ്ഞാൽ ഫെനൽ സീഡ്, നമ്മൾ ഇറച്ചി മസാലയിലൊക്കെ ഇടില്ലേ, നല്ല മണമുള്ളൊരു ജീരകം, അതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ഇത് പൊടിക്കുന്നതിനും കുറച്ച് പ്രത്യേകതയുണ്ട്. ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇത് മുഖത്തിങ്ങനെ ഒരയാനൊന്നും പാടില്ല. ഇങ്ങനെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് ഞാൻ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എന്തുമാത്രം മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. മാത്രമല്ല അമ്മയ്ക്കും ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ചൂടാറിയ ശേഷം പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഉണ്ടാക്കി വെക്കാൻ പറ്റാവുന്ന ഒരു നല്ല ഫേസ് പാക്കാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുൾത്താനി മിട്ടിയാണ് കേട്ടോ. മുൾത്താനി മിട്ടി നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ കുറേ മുന്നേ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞ് വരാനും കൂടി വേണ്ടിയിട്ടാണ് മുൾത്താനി മിട്ടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പീസസൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് ഒരു 3-3.5 ടേബിൾ സ്പൂണോളം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ക്വാണ്ടിറ്റി കുറഞ്ഞ കൂടിയെന്നൊന്നുമില്ല കേട്ടോ, എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് 3ഉം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കാം. കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഒരൊറ്റ തവണ ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആവി പാറുന്ന പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. നല്ല ഫൈൻ പൗഡറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പെരുംജീരകം ഉണക്കിയെടുത്താലും മതി, വറക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് ഞാൻ ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ വീട്ടിൽ അമ്മയ്ക്ക് ഉണ്ടാക്കി വെച്ച് കൊടുത്ത് വന്നിട്ടുള്ളത്. അമ്മ എപ്പോഴും വെയിലത്ത് ഇറങ്ങുന്ന ഒരാളാണ്. എനിക്ക് അവിടുത്തെ വ്ളോഗൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല കേട്ടോ. നമുക്ക് അവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ടിരുന്നത്. എത്ര ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് വെയിലടിക്കുന്ന കുറേ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മളെ മുഖത്തുള്ള ടാൻ അടിച്ച പാട് മാറാനും നല്ല കളർ വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും മുൾത്താനി മിട്ടിയുടെ ഉപയോഗം അറിയായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഫെനൽ സീഡൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്, ബാഗിലൊക്കെ വെച്ചിട്ടും. എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇതുപോലെ പൊടിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. ഇത് ഇനി മിക്സ് ചെയ്യുന്നതിനും കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ ഇതുപോലെ പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതുപോലെ തന്നെ ഇനി ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം പൊടിച്ച് വെച്ച ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. പലരും ഞാനിവിടെ പാക്ക് ഉണ്ടാക്കുമ്പോൾ ചോദിക്കാറുണ്ട്, തൈര് അലർജിയാണ്, അപ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അവർക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. റോസ് വാട്ടർ അധികം ആർക്കും അതിന് അലർജി ആയിട്ട് ഉണ്ടാവാറില്ല. തൈര് അലർജി ഉള്ളവർ എപ്പോഴും റോസ് വാട്ടറിൽ മിക്സ് ചെയ്താൽ മതി, ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും. അപ്പോൾ ഇത് ഒരിക്കലും ഇതിൽ വെള്ളം ചേർക്കരുത് കേട്ടോ. റോസ് വാട്ടർ കൊണ്ടോ അല്ലെങ്കിൽ തൈര് കൊണ്ടോ ഒക്കെ ആയിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം തന്നെ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേനും വളരെ നല്ലതാണ് മുഖത്തും, അതുപോലെ നമ്മളെ ചുണ്ടത്തൊക്കെയുള്ള കറുത്ത കളറൊക്കെ മാറാനൊക്കെ തേന് വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇടാം കേട്ടോ. ഇനി ഒരു 1/2 സ്പൂണോളം തൈരാണ്. തൈര് ഒഴിവാക്കിയിട്ട് ഞാൻ അധികം ഫേസ് പാക്കൊന്നും ഇടാറില്ല കേട്ടോ. എനിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമായിട്ടാണ് തൈരിനെ തോന്നിയിട്ടുള്ളത്.
ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറഞ്ഞ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊരു 2 മിനിറ്റൊക്കെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് ഗോതമ്പ് പൊടിയാണ്. ഇത് നമുക്ക് മുഖം ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗോതമ്പ് പൊടിയിൽ റോസ് വാട്ടർ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ പരുവത്തിലാക്കണം. അപ്പോൾ കുറച്ച് വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുഖത്തൊക്കെ ടാൻ അടിച്ചെന്ന് മാത്രമല്ല, ഞാൻ എടുക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയമാണ് കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ കണ്ടില്ലേ നന്നായിട്ട് കരിമങ്ങലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ അത്രയും വെയിൽ കൊണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15-16 ദിവസത്തോളം ഡേ ലൈറ്റ് നമ്മൾക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട് കേട്ടോ. അതും സൺസ്ക്രീം ഒന്നും തേക്കാതെ എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ഫേസ് കെയർ ഒന്നും നാട്ടിലെത്തി കഴിഞ്ഞാൽ ചെയ്യാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും നാട്ടിലെ ലൈഫ് സ്റ്റൈലും വേറെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാലാണ് ശരിക്കും ഇതൊക്കെ കെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് മുഖം കഴുകിയെടുക്കില്ലേ, നമ്മൾ സോപ്പ് ഒക്കെ ഇട്ടിട്ട് അതില്ലെങ്കിൽ ഫേസ് വാഷൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതിനെക്കാട്ടിലും നല്ല എഫക്റ്റീവായിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തെടുക്കുമ്പോൾ ഒറ്റ തവണ ഉപയോഗത്തിൽ തന്നെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇത് നമ്മൾ റോസ് വാട്ടറും ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം. റേഷൻ കടയിൽ ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ ചെറിയ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു തരി ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടതൊന്ന് മസാജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ട് 2 കൈ വെച്ചിട്ട് 2 ഫിംഗറൊക്കെ വെച്ചിട്ട് ഇതുപോലെ മസാജ് കൊടുക്കാമെന്നുള്ള ഒരു 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ മസാജ് കൊടുക്കാം. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഈ ഗോതമ്പ് പൊടിയും റോസ് വാട്ടറും വെച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്തെടുത്താൽ മതി. ടാൻ അടിച്ചതൊക്കെ മാറും കേട്ടോ. ഞാൻ മോളൊക്കെ അതുപോലെ കോളേജിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫേസ് പാക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളം നനച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇതിനെ മാറ്റാം. ഇത് ഈ ഫേസ് പാക്ക് ടീനേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും 40 കഴിഞ്ഞവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. എനിക്കത് പല രീതിയിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ്. ഫെനൽ സീഡ് എങ്ങനെ ഉപയോഗിച്ചാലും നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കരിമങ്ങലിയൊക്കെ പെട്ടെന്ന് മാറുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരട്ടി മധുരമൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫെനൽ സീഡ്, പെരുംജീരകം വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ ഇത് ഒരുപാട് ലൂസാക്കൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മുഖത്തിട്ട് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ബ്രഷൊക്കെ ഉണ്ടല്ലോ, ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷൊക്കെ ചേർത്ത് അതുപോലെ അതിൽ ഇട്ട് കൊടുത്താലും മതി. ഒരുപാട് ഇങ്ങനെ ഹാർഡായിട്ട് ഒരിക്കലും ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കണ്ണിൻ്റെ മേളിൽ തേച്ച് കൊടുത്തിട്ടില്ല, അടിഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് ചെയ്യണം. ഏതെങ്കിലും അരിപ്പൊടിയോ തൈരോ ഏതെങ്കിലും വെച്ചിട്ട് നമ്മളെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാവണം കേട്ടോ നമ്മൾ മെയിനായിട്ടുള്ള ഈ ഫേസ് പാക്ക് ഇടേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുത്തിലും കയ്യിലും അതുപോലെ തന്നെ മുഖത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നല്ലൊരു മണമാണ് കേട്ടോ, ഫെനൽ സീഡിൻ്റെ ഒരു മണം. അപ്പോൾ ഒരു 20 മിനിറ്റോളം നമ്മളിത് തേച്ച് പിടിപ്പിച്ച് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഇനി 20 മിനിറ്റ് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഉണങ്ങി പോകാൻ വെയിറ്റ് ചെയ്യരുത്. 20 മിനിറ്റിൽ കൂടുതലൊന്നും ഇത് മുഖത്തിടേണ്ട കാര്യമില്ല. അപ്പോൾ വെള്ളം കുറച്ച് തണുത്ത വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമല്ല, ടാപ്പിലെ വെള്ളം തന്നെ, നോർമൽ വാട്ടർ കേട്ടോ, അതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലോണം നനച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സാധാരണ എത്ര അറിയാത്തവർക്കും ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണ് ഇത് കേട്ടോ. പ്രത്യേകിച്ച് കരിമങ്ങല്യൊക്കെ ഉള്ളവർക്ക്, അവരൊക്കെ വെയിലിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കരിമങ്ങല്യത്തിൻ്റെ പാട് നന്നായിട്ട് എടുത്ത് കാണിക്കും. എനിക്കത് അനുഭവമാണ് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരു തവണ ഞാൻ ഇത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയത്. ഇതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല മാറ്റമാണ് ഉണ്ടാവുക. എല്ലാവരും ചെയ്ത് നോക്കണം. ഇതിനങ്ങനെ പ്രായ വ്യത്യാസമൊന്നുമില്ല.
ഒത്തിരി ചെറിയ കുട്ടികൾ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല മാറ്റമാണ് ഉണ്ടാവുക. ഇത് ഇട്ട ആ ഭാഗത്തൊക്കെ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ പപ്പായ ഫേസ് പാക്കൊക്കെ തേച്ച പോലത്തെ ഒരു എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷെ പെട്ടെന്ന് തന്നെ ആ നിറം മങ്ങിയിരിക്കും. നമ്മുടെ മുഖത്ത് ആ കരിമങ്ങല്യം വന്ന പാടുണ്ടല്ലോ, ആ പാടൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മങ്ങിയ പോലത്തെ ഒരു ഫീലാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ഇത് എടുത്തത് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുളിച്ചിട്ടാണ് വരിക കേട്ടോ. കാരണം നമ്മുടെ മുടിയുടെ സൈഡിലൊക്കെ പിടിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ക്രീം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നൈറ്റ് ക്രീമായിട്ടോ ഡേ ക്രീമായിട്ടോ ഉപയോഗിക്കാൻ പറ്റിയൊരു ക്രീമാണ് കേട്ടോ. ബദാം വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കണം. വളരെ എഫക്റ്റീവാണ്. ഈ തണുപ്പ് സീസണിലൊക്കെ നമ്മളെ മുഖമൊക്കെ ഡ്രൈ ആയി വരില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് തേക്കാൻ പറ്റിയ നല്ല ഫേസ് ക്രീമാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ക്രീമും ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കരിമങ്ങല്യമുള്ളൊരു വെയിലിലൊക്കെ എന്നും പോകുന്നവർക്കൊക്കെ പറ്റിയൊരു ക്രീമാണ് കേട്ടോ. ഇതുപോലെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ്. വൈകുന്നേരമായി കേട്ടോ. നമ്മുടെ വെയിലൊക്കെ പോയി. ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ക്രീം തേക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേ ക്രീം തന്നെ തേക്കും. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു സാധാരണ ഒരു ഫേസ് പാക്കാണ്. പക്ഷേ നല്ല റിസൾട്ടാണ് കേട്ടോ. എല്ലാവരും പറ്റുന്നവരൊന്ന് ചെയ്ത് നോക്കണേ.